ഗൈസ് വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് നന്ദു. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈക്ക ഹോൾ വീഡിയോ ആണ്. ഇന്ന് ലൈക്ക് ദിസ് മന്ത് ഓഗസ്റ്റ് ആയത് കാരണം എൻ്റെ ബർത്ത്ഡേ ഈ മന്ത് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഐ തോട്ട് ഓഫ് ലൈക്ക് ബർത്ത്ഡേ മന്തും കൂടെ അല്ലേ, കുറച്ച് സ്പ്ലേജ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ചെറിയൊരു വീഡിയോ ആയിരിക്കും, ചെറിയൊരു ഹോളാണ്, ഭയങ്കര വലുതായിട്ടൊന്നുമില്ല. ലൈക്ക് കുറേ നാളായിട്ട് എൻ്റെ കാർട്ടിൽ കിടന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ മന്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ദിസ് ഈസ് ദ പാക്കേജ്. ഇത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമായിട്ടുണ്ടാകും. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്തു, അതേപോലെ റാപ്പ് ചെയ്ത് തിരിച്ചു വെച്ചു. സോ ഞാൻ കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് നോക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ വരുമ്പോൾ. അപ്പം അതുകൊണ്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പം ദിസ് ഈസ് ദ പാക്കേജ്. ആദ്യം കയ്യിൽ കിട്ടുന്ന സാധനം ഞാൻ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ സൺസ്ക്രീനാണ്, SPF 50+. ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത്. പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു വാട്ടർമെലൻ, ഒരു പിങ്ക് കളർ ട്യൂബിൻ്റെ ഒരു വാട്ടർമെലൻ സൺസ്ക്രീൻ ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. പക്ഷേ ഐ വോണ്ടഡ് അതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് വിറ്റാമിൻ സി, ഇറ്റ്സ് സംതിങ് എൽസ്. ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഐ ഡോണ്ട് നോ, എനിക്കൊരു വിറ്റാമിൻ സി കണ്ടൻറ്റ് ഉള്ള ഒരു സൺസ്ക്രീനും വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ വെൻറ്റ് back with this. I got this for എനിക്ക് തോന്നുന്നു 355 with the offers and everything. പക്ഷേ സൺസ്ക്രീൻ പൊതുവെ കുറച്ച് എന്താ പറയുക വിലയാകുമല്ലോ, അതുകൊണ്ട് I think it's good. I have used it in the past and I really liked it. പക്ഷേ this is a repurchase after a long time, so that's the first one I got. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു സംഭവം. അയ്യോ, ഇത് ഞാൻ എത്ര നാളെ കാർട്ടിലിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ബിക്കോസ് ദിസ് വൺ ഇസ് ലൈക്ക്, ഇതെന്താണെന്ന് അറിയാം, അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ പവർ എസെൻസ് ആണ് കോസ്ട്രസിൻ്റെ. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുറേ നാളായിട്ട് എൻ്റെ കാർട്ടിലിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാർട്ടിൽ എന്നെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കും, ഇത് എന്താണ് കിടക്കുന്നത് എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പം ഫൈനലി ഐ ഗോട്ട് ദിസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റീക്കേഷന് വേണ്ടി പോയപ്പോഴത്തേക്കും ഐ യൂസ്ഡ് ഹെർ. അപ്പം ഞാൻ അത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് സ്കിന്നിന് പ്രശ്നമൊന്നുമില്ല. കുറേ എന്താ പറയുക, ഒരു 50-50 ആൾക്കാർ പറയുന്ന റിവ്യൂസ് ഞാൻ കേട്ടായിരുന്നു. അപ്പം എൻ്റെ സ്കിൻ എങ്ങനെയാണെന്ന് സെൻസിറ്റീവ് അല്ല, പക്ഷെ എന്നാലും ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് എനി റിസ്ക്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ആൻഡ് എനിക്ക് ഇറിറ്റേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് മോർ ഓൺ ദി എക്സ്പെൻസീവ് സൈഡ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറേ നാളായിട്ട് കാട്ടിക്കിടന്നതും. ലൈക്ക് ഞാനൊരു 2-3 വട്ടം ആലോചിച്ചു, വേണോ വേണ്ടേ. എല്ലാ മാസം ഞാൻ ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, വേണോ വേണ്ടേ, എന്തിനാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു സംഭവം മേടിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഐ റിയലി വാണ്ടഡ് ടു ട്രൈ ദിസ് ഔട്ട്. അപ്പം ഐ ഫൈനലി ഗോട്ട് ഇറ്റ്. ഐ വാസ് ലൈക്ക്, എന്തിനാണ് ഇത്രയും ചിന്തിക്കുന്നത്, ഒരു പ്രാവശ്യം ഇത് സ്യൂട്ട് ആകുമല്ലോ. നമ്മളിപ്പം സ്യൂട്ട് ആവാത്തൊരു സാധനം ഇത്രയും ആലോചിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് ട്രൈ ആക്കി കൊള്ളാം എന്ന് തോന്നിയിട്ട് മേടിക്കുന്നതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, ഒരു 50% നമ്മളൊരു 90% ബാക്കി 10% ഐ വാസ് ലൈക്ക് തിങ്കിങ് ഇഫ് ഐ ഷുഡ് ബൈ ഇറ്റ് ഓർ നോട്ട്. അപ്പം ഇതാണ് സംഭവം. ഇത് ദിസ് ഈസ് ദ റിയൽ തിങ്. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്, ഇനി ഞാൻ മേടിച്ചത് എങ്ങാനും മാറിപ്പോയോ ദൈവമേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇല്ല, ഇത് 100 ml ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 970. അതാണ് വേറൊരു കാര്യം. ഇത് റീറ്റെയിൽസ് ഫോർ 1500. പക്ഷേ എല്ലാ ഓഫേഴ്സും എനിക്ക് കുറച്ച് കൂപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നോക്കുമ്പോഴത്തേക്കും 970 കിട്ടി.
വിച്ച് ഇസ് ലൈക്ക് എ റിയലി ഗുഡ് ഡീൽ. അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ കാര്യം കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും കാട്ടിൽ തന്നെ ഇട്ടേക്കുന്ന അവസ്ഥയായിരുന്നു തന്നെ. പക്ഷേ ഇതാണ് സംഭവം. ഇതിന് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. സ്മെല്ല് ഉള്ള സംഭവം പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഡു നോ ഇറ്റ്സ് എ ഫേക്ക് പ്രോഡക്റ്റ്. ഇതിന് മണം ഒന്നുമില്ല. ഇറ്റ് ഡസൻ സ്മെൽ ലൈക്ക് എനിത്തിങ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് ഇതെന്തായാലും ലൈക്ക് വിത്തിൻ നൈറ്റ് ഇങ്ങനെ പുതിയൊരു ഇതൊന്നും കിട്ടില്ല. കുറച്ച് നാൾ യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഇഫ് യു വാണ്ട് എ റിവ്യൂ ഓൺ ദിസ്. അപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ദാറ്റ്സ് ദ സെക്കൻഡ് പർച്ചേസ്. ഇത് ചെയ്ത സമയത്ത് എൻ്റെ ഹാർട്ടിലൊരു വേദന എനിക്ക് വന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കുറേ നാളായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. സോ ഐ വാസ് ലൈക്ക് ദിസ് ഈസ് യുവർ ബർത്ത്ഡേ മന്ത്, യു സ്പ്ലോജ് എന്നുള്ള മൈൻഡ് സെറ്റിൽ ലാസ്റ്റ് എത്തി. അപ്പം ദാറ്റ് വാസ് ദി സെക്കൻഡ് പർച്ചേസ്. കാര്യമായി. അടുത്തത് നമുക്ക് ഫ്രീ ഗിഫ്റ്റ്സ് ലാസ്റ്റിലോട്ട് വെക്കാം. ഈ മന്ത് ബർത്ത്ഡേ മന്ത് ആയത് കാരണം നൈക്ക ഓൾസോ ഗേവ് മീ സംതിങ് ലൈക്ക് എ സർപ്രൈസ് ഗിഫ്റ്റ്. സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പം അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഒരു പൗച്ചായിരുന്നു, നൈക്കയുടെ തന്നെ ഒരു പൗച്ച് തരുമായിരുന്നു, അല്ലെങ്കിൽ ദാറ്റ് കൈ ബ്യൂട്ടീസ് ലിപ്സ്റ്റിക്. പക്ഷെ അത് പറയാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഷെയ്ഡാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ആസ് എ ബ്രൗൺ സ്കിൻ ഗേളി ആൻഡ് ആൻ ഇന്ത്യൻ സ്കിൻ ടോൺ എനിക്ക് ലൈക്ക് എന്തിനാ വെറുതെ, എനിക്കറിയാം എന്തായാലും എന്തെങ്കിലും ഒരു എന്താ പറയുക എറിച്ച് നിൽക്കുന്ന ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പിങ്ക് ഷെയ്ഡൊക്കെ ആയിരിക്കും വരുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോൺ ബി ലൈക്ക് ദാറ്റ്. അപ്പം എനിക്കത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ ചെയ്തില്ല. സോ ഐ വാസ് ലൈക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവർ തന്നെ മറ്റേ പൗച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് കാരണം സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ളൊരു സംഭവം കോൺസെപ്റ്റ് അവർ തന്നു. അപ്പം ഐ ഗോട്ട് ദാറ്റ് തിങ്. അതെന്താണ് സംഭവം എന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സോ വെയിറ്റ് ടിൽ ദാറ്റ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഞാൻ മേടിച്ച സംഭവങ്ങൾ ആദ്യം കാണാം. ഓക്കെ, അപ്പം അടുത്ത ഇതിൽ ദിസ് ഈസ് ദ ഫേസ് വാഷ് ബൈ ഡോട്ട് ആൻഡ് കീ. ഇത് സെയിം സംഭവമാണ് ഞാൻ സൺസ്ക്രീന് മേടിച്ചേക്കുന്നത്. ലൈക്ക് ജെൽ ഫേസ് വാഷ് ആണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ബ്ലൂ ബോട്ടിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് കുറച്ചേ ബാക്കിയുള്ളൂ, തീരാറായി. അപ്പോൾ ഐ തോട്ട് ഓഫ് ഗെറ്റിംഗ് ദിസ് വൺ ഓൾസോ ഹാസ് ദ വിറ്റാമിൻ സി. അപ്പം ഇതൊരു കോംബോ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇത് എത്രയാണെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഐ തിങ്ക് ദിസ് വാസ് ലൈക്ക് 282 ആണ് ഫേസ് വാഷ്. അപ്പം ഇത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ഇത് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് നേരത്തെ ആൻഡ് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അടുത്തത് ഓക്കെ, ഐ ഗോട്ട് എ ഹാൻഡ് ക്രീം ബൈ നൈക്ക വിപ്ഡ് വിത്ത് ലവ്, സ്ട്രോബെറി ആൻഡ് വാനില. ഒരു ചെറിയൊരു ഹാൻഡ് ക്രീമാണ്. ഞാൻ നേരത്തെ എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ബാഗിനകത്തൊരു ഹാൻഡ് ക്രീം ഇട്ടേക്കും, ബിക്കോസ് ഐ എം എ ഡ്രൈ ആസ് ഗേളി. സോ എനിക്കൊരു ക്രീം എപ്പോഴും എൻ്റെ കയ്യിൽ വേണം. നമ്മൾ എത്ര ഡ്രൈ സ്കിൻ ആൾക്കാരാണെങ്കിൽ റിലേറ്റബിൾ ആയിരിക്കും. ലൈക്ക് നമ്മൾ എത്ര ക്രീം തേച്ചാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും ഡ്രൈ ആവാൻ തുടങ്ങും. ആൻഡ് ഐ ഡോണ്ട് നോ വൈ. അപ്പം ഞാനിത് മിനിസോന്ന് ചെറി ബ്ലോസം ഹാൻഡ് ക്രീം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് റീറ്റെയിൽസ് ഫോർ 200 സംതിങ് ഫോർ ദിസ് തിങ്. അപ്പം ഇറ്റ് ഓൾസോ സ്മെൽസ് റിയലി ഗുഡ്. എനിക്ക് കുറ്റമൊന്നും പറയാനില്ല, നല്ല സ്മെല്ലാണ് ഇതിന്. പക്ഷേ ഐ വാണ്ടഡ് ടു ട്രൈ ദിസ് നൈക്ക വൺ ഓൾസോ, ആൻഡ് ഐ തിങ്ക് ദിസ് വൺ ഇസ് ലൈക്ക് ലെസ് പ്രൈസിയർ ദാൻ ദി മിനിസോ വൺ. ഞാൻ നോക്കട്ടെ ഞാൻ പറയാം. 152 ഉള്ളൂ ഇതിന്. ആൻഡ് എങ്ങനെയാണ് സ്മെല്ലെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ സ്മെൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ കുറേ പേര് വാങ്ങിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്തിട്ട്. ഓരോ ഡ്രോപ്പും അമൂല്യമാണെന്ന് പറയുന്ന പോലെ ഇതൊരു എന്താ ഇത്, ഇറ്റ്സ് ലൈക്ക് എ സ്വീറ്റ് സ്മെൽ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ യു വോണ്ട് ബി ലൈക്കിങ് ഇറ്റ്. പക്ക ഒരു സ്ട്രോബെറിയുടെ സ്മെൽ തന്നെയാണ്. ഒരു സ്ട്രോബെറി, യു നോ ദാറ്റ് സ്ട്രോബെറി ഷോർട്ട് കേക്കിൻ്റെ ഒക്കെ ഒരു ദാറ്റ്സ് ഇറ്റ്.
ഒരു സ്ട്രോബെറി, മിനി സ്ട്രോബെറി അത്രേ ഉള്ളൂ. സ്ട്രോബെറി ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് ഇഷ്ടപ്പെടും. ആൻഡ് ഐ ഗോട്ട് ദിസ് ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ഹോള്, അത് കാണും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം ഐ ഗോട്ട് ദിസ് ലിപ്സ്റ്റിക്. ദിസ് വൺ ഇസ് ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ഇൻ ദ ഷെയ്ഡ് ന്യൂ ഡ്രീം 08 ന്യൂ ഡ്രീം. ദിസ് റീറ്റെയിൽസ് ഫോർ 207. അതാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് എങ്ങനെയായിരിക്കും ഷെയ്ഡ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് സത്യം പറയാലോ, ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ മിക്ക ലിപ്സ്റ്റിക് ഷെയ്ഡ്സും മിക്സ് ആൻഡ് മാച്ചാണ്. ആൻഡ് കുറേ പേര് എൻ്റെ അടുത്ത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡായിട്ട് പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഐ മിക്സ് സംതിങ് ടുഗെദർ, ലൈക്ക് 2 ഷെയ്ഡ്സൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇട്ടേക്കുന്ന ഷെയ്ഡ് പോലും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പം എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് അതാണ് എൻ്റെ ഷെയ്ഡ് അല്ലെങ്കിൽ അതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഐ എം ഇൻ ദ ഹണ്ട് ഫോർ ദാറ്റ്. അതുകൊണ്ട് നമുക്കിതൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. ഫ്ലോപ്പ് ആയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം എന്തായാലും. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത് കാരണം ഞാൻ ഇതിലിടുന്നില്ല, ലിപ്സ്റ്റിക് ഇടുന്നില്ല. പക്ഷേ ഐ ക്യാൻ സ്വാച്ച് ഇറ്റ് ഓൺ ദ ഹാൻഡ്സ് ഫോർ യു ഗൈസ്. ഇറ്റ്സ് ലൈക്ക് ഒരു പിങ്കിഷ് ഷെയ്ഡ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ദിസ് ഷെയ്ഡ് ഇത് ലിപ്സിൽ ഇടുമ്പോഴത്തേക്കും എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് ഹാവ് ആൻ ഐഡിയ. ബിക്കോസ് ഞാൻ കയ്യിലിട്ട് നോക്കി മേടിച്ചിട്ടേക്കുന്ന ലിപ്സ്റ്റിക് എല്ലാം ലിപ്സിലിടുമ്പോഴത്തേക്കും വേറെ ഷെയ്ഡാണ്. ആൻഡ് ഐ ഡോണ്ട് നോ വൈ, ബട്ട് ദാറ്റ് ഹാപ്പൻസ് ഓഫ്റ്റൻ. അടുത്തതെന്ന് പറയാൻ ഐ ഗോട്ട് ദിസ് ടോണർ ഫ്രം പ്ലം. ഇറ്റ്സ് ദെയർ റോസ് വാട്ടർ ടോണർ. ഇതിൻ്റെ ഒരു റൈസ് വാട്ടറാണ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത്, അത് തീർന്നു. ആൻഡ് ഐ എം സമ്മൺ ലൈക്ക് പർച്ചേസ് തിങ്സ് ആഫ്റ്റർ യൂസിങ് ദ ഹോൾ ബോട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ച് അങ്ങനെ മാറ്റാറില്ല. ഞാൻ ഫുള്ളി തീർന്നതിന് ശേഷം ഞാൻ അടുത്തത് മേടിക്കാറുള്ളൂ. അപ്പം ഐ വാണ്ടഡ് ടു ട്രൈ ദിസ് വൺ ഔട്ട്. ഇറ്റ്സ് ദെയർ റോസ് വാട്ടർ വിത്ത് ഹൈലൂറോണിക് ആസിഡ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗുഡ് ഓർ നോട്ട്. ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ. ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ സ്മെല്ല് കാണാൻ വഴിയില്ല, എന്നാലും സ്മെല്ലൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പം ദാറ്റ്സ് ദി നെക്സ്റ്റ് പർച്ചേസ്. ഞാൻ അതിൻ്റെ പ്രൈസും കൂടെ ഞാൻ പറയാം. ഐ ഗോട്ട് ദാറ്റ് ഫോർ 274. അതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇതെല്ലാം ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കാർട്ടിലിട്ട് വയ്ക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നയിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സെയിലെന്നും പറഞ്ഞ് വരാറുണ്ട് സാധാരണ. അപ്പം വെയിറ്റ് ഫോർ ദ സെയിൽ. അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം അപ്പം ഉടനെ തന്നെ മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ വെയിറ്റ് ഫോർ ദ സെയിൽ. കുറച്ച് നല്ല ഡീൽസിൽ സാധനങ്ങൾ കിട്ടാറുണ്ട്. ആൻഡ് ഡോണ്ട് വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് പ്രൈസ് കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ എനിക്ക് എന്തോ ഫീലായി. അപ്പം വാട്ട് ഐ ഡു ഇസ് ലൈക്ക് ഇന്ന് സെയിൽ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ നാളെ മോർണിംഗ് ഓർഡർ ചെയ്തേക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ദിസ് വൺ ഈസ് ഞാൻ നേരത്തെ യൂസ് ചെയ്തത് എൻഗേജിൻ്റെ ഒരു ലൈക്ക് എവറി ഡേ കൈൻഡ് ഓഫ് എ പെർഫ്യൂം ഉണ്ട് എനിക്ക്, വിച്ച് ഇസ് ലൈക്ക് അഫോർഡബിൾ റേഞ്ച്. അപ്പോൾ അത് തീർന്നു. ആൻഡ് ഐ ബോട്ട് ദിസ് വൺ. ഇത് ലെയേഴ്സിൻ്റെ വാട്ടർ ഗേൾ വാനില ട്വിസ്റ്റാണ്. ഇത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഇന്നേ വരെ, പക്ഷേ കുറേ റിവ്യൂസ് ഞാൻ കേട്ടു നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഐ വാണ്ടഡ് ടു ട്രൈ ദിസ് വൺ ഔട്ട്. ഇത് ദിസ് വൺ റീറ്റെയിൽസ് ഫോർ 192. ഇത് ഒന്ന് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് സ്മെല്ല് ചെയ്ത് നോക്കായിരുന്നു, പക്ഷെ മാറാൻ പറ്റുന്നില്ല. നല്ലൊരു വാനിലയുടെ ഒരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. വാനില ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ യു വുഡ് റിയലി ലൈക്ക് ദിസ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇൻ ദ അഫോർഡബിൾ റേഞ്ച്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വരുന്നത് 239 സംതിങ് ആണ്. അടുത്തത് ഐ ഗോട്ട് ദിസ് ലാക്ടോ കലാമിൻ്റെ ഡെയിലി ക്ലെൻസിങ് വൈപ്സ് ആണ്. അലോവേറ വിത്ത് കുക്കുംബർ ആൻഡ് വിറ്റാമിൻ സി. ഇതൊരു പാക്കായിട്ടാണ്, 2 പാക്കായിട്ടാണ് ഞാൻ മേടിച്ചത്.
and this retails for 250. 2 packs in 250 എന്ന് ഞാൻ മേടിച്ചത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എനിക്ക് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലോറിയലിൻ്റെ ഒരു സെറമാണ്. ദാറ്റ് യെല്ലോ കൈൻഡ് ഓഫ് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ. അത് ആ സംഭവമാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് വേറെ ഒന്ന് മാറ്റി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഐ ഗോട്ട് ദിസ് ട്രെസമേസ് അൾട്ടിമേറ്റ് ഗ്ലോസ് ഹെയർ പ്രൊട്ടക്ഷൻ അപ് ടു 230 സ്ലീക്ക് ആൻഡ് ഷൈൻ സെറം, ഹെയർ സെറമാണ്. ഐ ഗോട്ട് ദി സ്മോൾ പാക്കേജ് ബിക്കോസ് വലുത് I don't want to invest in the big bottle and not like it, you know. അപ്പം നല്ല സ്മെല്ലാണ് ഈ സംഭവത്തിന്. നമ്മൾ സലൂണിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇവരിതാണ് യൂസ് ചെയ്യാറ് സാധാരണ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട്. അപ്പം ദിസ് റീറ്റെയിൽസ് ഫോർ 250 ഈ ഒരു കുട്ടി ബോട്ടിലിന്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. ഐ ഹാവൻ യൂസ്ഡ് ഇറ്റ്. പക്ഷേ ലെറ്റ്സ് സീ. ഇനി നമുക്ക് ഫ്രീ ബീസിലോട്ട് പോവാം. ഇതാണ് ഞാനൊരു സർപ്രൈസ് സാധനം അവർ അയക്കൂ എന്ന് പറയുന്നത്. ഈ സംഭവമാണ്. ഇത് നൈക്കയുടെ നാച്ചുറൽസ് റൈസ് വാട്ടർ ആൻഡ് ഹൈലൂറിക് ആസിഡ് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആൻറ്റി ഫ്രിസിൻ്റെ ഒരു ഷാംപൂ ആണ് എനിക്ക് അയച്ചേക്കുന്നത്. ഇത് ഞാൻ ഇന്നേ വരെ ട്രൈ ആക്കിയിട്ടില്ല. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. എനിക്ക് നല്ല ഫ്രിസി ഹെയർ ആണ്. ഞാൻ വർഷങ്ങളോളം, എനിക്ക് തോന്നുന്നു കോളേജിൽ കയറിയപ്പോൾ തൊട്ട് ഞാൻ അറൗണ്ട് ലൈക്ക് 3 to 4 years ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം അറ്റ് എ സ്റ്റേജ് വെയർ ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഹെയർ കളറിങ്ങോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഹെയർ കളറിങ് പോലത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ ഹെയർ വളർത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട് ഞാൻ എത്തി. ആൻഡ് ഓൾസോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി. എനിക്ക് എന്താ പറയുക, നല്ല ഹെയർ ഫോൾ വരുന്നുണ്ട് ഇപ്പം. സോ ഐ എം ലൈക്ക് സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ കൂടെ ആയതുകൊണ്ട് ഐ മീൻ ഇറ്റ് മൈറ്റ് ബി ഗുഡ്. ഐ ഡോണ്ട് നോ. റിവ്യൂ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഷോർട്സിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം. യാ, സോ ദാറ്റ്സ് ദ ഗിഫ്റ്റ്. പിന്നെ ചെറിയൊരു കുട്ടി 2 സാധനം തന്നിട്ടുണ്ട്. ഒന്ന് സെറാവേൻ്റെ ഫോമിങ് ക്ലെൻസറാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലോറിയൽ പാരിസ് ഗ്ലൈക്കോളിക് ഗ്ലോസ് എക്സ്ട്രീം ഗ്ലോസ് ഷാംപൂ. ഇതും ഒരു ഷാംപൂ ആണ്. ഇത് രണ്ടുമാണ് കുട്ടി സംഭവങ്ങളായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു നൈക്ക ഹോളായിരുന്നു. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഇഫ് യു ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കമൻറ്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും കൂടി ഞാനിവിടെ കൊടുക്കാം. സോ ഡു ഫോളോ മീ ഓൺ ദാറ്റ് ഓൾസോ. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും